നമ്മൾ ഏറ്റവും കൂടുതൽ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലൂടെയാണ്. അതായത് ഗൂഗിൾ ക്രോമിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രേഖകൾ മറ്റു വെബ്സൈറ്റുകൾ, അതായത് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റുകൾ നിങ്ങളുടെ രേഖകൾ ചോർത്തി കൊണ്ടുപോകും. അതുപോലെ തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല പരസ്യങ്ങൾ, ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലേക്ക് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ വരും. അതുപോലെ തന്നെ ബഗ് ഫയലുകൾ, അതുപോലെ വൈറസ് സംബന്ധമായിട്ടുള്ള ചില മാൾവെയറുകളൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് അവർ സ്പ്രെഡ് ചെയ്യും. ഒഫീഷ്യൽ അല്ലാത്ത വെബ്സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഹോട്ട് സൈറ്റുകളിലൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അത്തരം സൈറ്റുകളിൽ നിന്ന് നമുക്ക് വൈറസുകൾ നമ്മുടെ മൊബൈലിലേക്ക് പ്രവേശിക്കും. മാത്രമല്ല നമ്മുടെ രേഖകൾ കാര്യമായിട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ്, നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ രേഖകൾ കൊണ്ടുപോകും, ചോർത്തി കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ ക്രോമിൽ സെറ്റിങ്സിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഭയം നമുക്ക് അല്പം ഒഴിവാക്കാൻ സാധിക്കും. ഒരു വിധത്തിൽ നമുക്ക് ഗൂഗിൾ ക്രോം തന്നെ നൽകുന്ന സെറ്റിങ്സിൻ്റെ സൗകര്യത്തിലൂടെ നമുക്ക് അത്തരത്തിൽ വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സുരക്ഷിതമായി പ്രവേശിക്കാൻ സാധിക്കും. നമുക്ക് ആ ഒരു ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാലേ നിങ്ങൾക്ക് ഓരോ സെറ്റിങ്സും ഞാൻ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തി തരുന്ന ഓരോ സെറ്റിങ്സും നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് അതേപടി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളൊന്ന് പരിഹാരം തേടാനൊക്കെ സാധിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോയും ഇതുപോലെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. തുടർന്ന് ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്കിവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമുക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ താഴെ ഭാഗത്ത് ഡു നോട്ട് ട്രാക്ക് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡീഫോൾട്ടായിട്ട് ഓഫ് ആയിരിക്കും. നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിവിടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ പ്രവേശിക്കുന്ന വെബ്സൈറ്റിൽ ആ വെബ്സൈറ്റിൻ്റെ ഡെവലപ്പർമാർ നമ്മെ ട്രാക്ക് ചെയ്യുന്നത് ഇത് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്രൗസിംഗ് ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത് ഇതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഡു നോട്ട് ട്രാക്ക് എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. തുടർന്ന് നിങ്ങൾ വെബ്സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഡാറ്റ ഒരു വിധം നിങ്ങൾക്ക് സേഫ് ആയിക്കൊണ്ട് ഗൂഗിൾ ക്രോം തന്നെ നിങ്ങളെ സഹായിക്കും സെർച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്ത് വെക്കേണ്ട ഒന്നാമത്തെ ടിപ്സ് അതാണ്. രണ്ടാമത്തെ ടിപ്സ്, അതേ സ്ഥാനത്ത് തന്നെ, അതായത് നമ്മുടെ ഈ സെറ്റിങ്സ് ഭാഗത്ത് തന്നെ നമുക്കിവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പോപ്പ് അപ്സ് ആൻഡ് റീഡയറക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് എനേബിൾ ആയിരിക്കും ഡീഫോൾട്ടായിട്ട്. അത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഓരോ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വെബ്സൈറ്റ് നമുക്ക് ഓരോ പോപ്പപ്പ് ബോക്സുകളായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ആഡ്സുകളും അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻ്റെ പരസ്യങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള പോപ്പപ്പുകൾ നമ്മുടെ മൊബൈലിലേക്ക് വരും. ഈ പോപ്പപ്പുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു പോപ്പപ്പ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് വൈറസ് സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു മാൾവേഴ്സുകൾ നമ്മുടെ മൊബൈലിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ നമ്മുടെ മൊബൈലിന് കൂടുതൽ ഡാറ്റയും അതുപോലെ തന്നെ സ്റ്റോറേജും മാത്രമല്ല നമ്മുടെ ബാറ്ററി വരെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ പ്രവേശിക്കുന്ന വെബ്സൈറ്റിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന പരസ്യങ്ങൾ, അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന പരസ്യങ്ങൾ നമ്മുടെ മൊബൈൽ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള അല്ലെങ്കിൽ അത്തരം പോപ്പ് ബോക്സുകൾ നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മളത് കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴായിട്ട് നമുക്ക് ആഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ആഡ്സ് എന്ന് കാണുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ എനേബിൾ ആയിരിക്കും. അതായത് മറ്റു വെബ്സൈറ്റുകളിൽ നിന്ന് വരുന്ന ആഡ്സുകൾ, പരസ്യങ്ങൾ നമ്മുടെ മൊബൈലിലേക്ക് വരുന്നത് ഇതുപോലെ അലോഡ് ആയിരിക്കും. നമ്മളത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന അത്തരം പരസ്യങ്ങൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കിവിടെ താഴെ ഭാഗത്ത് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സ്റ്റോറേജ് എന്ന് കാണുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന വെബ്സൈറ്റുകൾ അതുപോലെ തന്നെ ആ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും ഹോട്ട് സൈറ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈറ്റുകളൊക്കെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിലൂടെ കാണാൻ സാധിക്കും. സൈറ്റുകളുടെ ഡാറ്റകൾ ഈ ഒരു വെബ്സൈറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാനിവിടെ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്ത സമയത്ത് 89 MB എൻ്റെ മൊബൈൽ സേവ്ഡ് ആണ്.
അതുപോലെ തന്നെ ഓരോ ഇതിനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓരോ കെ ബി ലെവലിലൊക്കെ സേവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതുപോലെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ സൈറ്റ് സ്റ്റോറേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത സൈറ്റുകളുടെ ആ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗൂഗിൾ ക്രോമിനകത്ത് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. പ്രത്യേകിച്ച് അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് നമ്മൾ ഓരോ ചതിക്കുഴികളുണ്ടെന്ന് മനസ്സിലാക്കി. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ അറിയാതെ നമുക്ക് മറ്റ് ആഡ്സുകളോ മാൾവെയർസുകളോ പ്രവേശിച്ചുകൊണ്ട് നമ്മുടെ മൊബൈലിനെ തകരാറിലാക്കുന്ന ഇത്തരം വൈറസുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ അവർ നമ്മുടെ ഡാറ്റകൾ ട്രാക്ക് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഡാറ്റ ഇത്രത്തോളം ഡാറ്റ ഗൂഗിൾ ക്രോമിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നതെന്ന്. നമ്മൾ ഗൂഗിൾ ക്രോമിലൂടെയാണ് നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസുകൾ, അല്ല ഫേസ്ബുക്ക് അക്കൗണ്ട്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൂഗിൾ ക്രോമിലാണ്. നിങ്ങളുടെ സെർച്ച് ബാർ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ നമ്മുടെ ഈ ഗൂഗിളിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഫേസ്ബുക്കിന് ഇൻസ്റ്റാഗ്രാമിനൊക്കെ പാസ്വേഡ് ചെയ്യുമ്പോൾ ആ പാസ്വേഡ് ഗൂഗിളിൽ സേവ്ഡാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചോർത്തി കൊണ്ടുപോകുക. അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള, നമ്മുടെ ഡാറ്റകൾ ട്രാക്ക് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസുകളാണ് നമ്മൾ ഗൂഗിൾ ക്രോമിലൂടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.